പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. അമ്മയിൽ കൂട്ടരാജി, അമ്മ അടിയന്തര എക്സിക്യൂട്ടീവ് ചേരുകയാണ്. കൂടുതൽ അംഗങ്ങൾ രാജി നൽകിയെങ്കിലും നേതൃത്വം സ്വീകരിച്ചില്ലെന്നാണ് വിവരം. നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. നവമി, അമ്മയിൽ കൂട്ടരാജി എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ആദ്യം സിദ്ദിഖിന്റെ രാജി, ഇപ്പോൾ ആരൊക്കെയാണ് ഈ അമ്മയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്? എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണോ, അതായത് ഈ ആരോപണ വിധേയരായിട്ടുള്ളവരാണോ രാജി സമർപ്പിച്ചിരിക്കുന്നത്? നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് അമ്മയിൽ ഒരു കൂട്ടരാജി നടക്കുകയാണ്. ഓൺലൈനായി എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിനിടയിലാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ രാജി പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ രാജി അമ്മ ഇതുവരേക്കും സ്വീകരിച്ചിട്ടില്ല. ഈ യോഗത്തിൽ ജഗദീഷ് കൂടി പങ്കെടുക്കുന്നു എന്ന വിവരം കൂടിയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് പുറമെ 6 പ്രധാന താരങ്ങളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആരൊക്കെയാണ് രാജി അറിയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് രാജിക്കത്ത് കൈമാറിയതെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. നേരത്തെ നമുക്കറിയാം, നടൻ ബാബുരാജിനെതിരെ ശ്വേതാ മേനോൻ അടക്കം രംഗത്ത് വന്നൊരു സാഹചര്യം ഉണ്ടായി. താൽക്കാലികമായി ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ച ബാബുരാജ് അടക്കം ഈ സംഘടനയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഭാരവാഹിത്വത്തിൽ നിന്നും മാറി നിൽക്കണമെന്നൊരാവശ്യം ശ്വേതാ മേനോൻ അടക്കം ഉന്നയിച്ചിരുന്നു. അമ്മയിൽ വലിയ രീതിയിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. നിയമോപദേശം തേടുന്ന ഒരു സാഹചര്യം, അസാധാരണമായിട്ടുള്ള ചില നടപടികൾ അമ്മയിൽ നടക്കുന്നതിനിടയിലാണ് ചില താരങ്ങൾ കൂട്ടരാജി നൽകിയിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. പക്ഷെ ഇത് ആരൊക്കെയാണ് ഈ രാജിക്കത്ത് നൽകിയതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. വരും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് അത് അറിയാൻ സാധിക്കും. എന്തായാലും രാജി ഇപ്പോൾ അമ്മ സ്വീകരിച്ചിട്ടില്ല എന്നുകൂടി അറിയുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടണം എന്നൊരാവശ്യമാണ് അംഗങ്ങൾ ഇതിനോടകം തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് ഈ യോഗം ഇപ്പോൾ നടക്കുന്നത്. ആവശ്യം, അതായത് അമ്മ എക്സിക്യൂട്ടീവ് തന്നെ പിരിച്ചുവിടാന്ന് പറയുമ്പോൾ ഭാരവാഹികൾ പൂർണ്ണമായും ചുമതലയിൽ നിന്ന് മാറുന്നു. അങ്ങനെയെങ്കിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന നടപടികളിലേക്ക് കൂടി കടക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ അമ്മയിലുണ്ടോ? തീർച്ചയായും ടോം, അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് അമ്മ സംഘടന കടക്കുന്നത്. കാരണം ആദ്യം ജനറൽ സെക്രട്ടറിയായി സ്ഥാനം ഉറപ്പിച്ചതിന് 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അതിനിടയിൽ വലിയൊരു ലൈംഗിക ആരോപണത്തെ തുടർന്ന് സിദ്ദിഖ് രാജിവെക്കുന്നു. തൊട്ടു പിന്നാലെ താൽക്കാലിക ചുമതല ബാബുരാജിന് നൽകുന്നു. അതിനുശേഷം ബാബുരാജിനെതിരെ അതിക്രൂരമായിട്ടുള്ള പരാതിയുമായി, ബാബുരാജ് അതിക്രൂരമായി ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന പരാതിയുമായി പെൺകുട്ടി രംഗത്തെത്തുന്നു. ഇന്ന് ആ പരാതി കൈമാറുന്നു. അന്വേഷണ ചുമതലയുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് ആ പരാതി കൈമാറുന്നു. ഇനിയും ബാബുരാജ് ഈ താൽക്കാലികമായി പോലും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ അവകാശമില്ല എന്ന് താരങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. ഇന്നലെ വൈകുന്നേരം നടൻ പൃഥ്വിരാജ് ആരോപണ വിധേയരായവർ ആരും തന്നെ ഒരു സ്ഥാനങ്ങളിൽ തുടരാൻ പാടില്ല എന്നുള്ള ധീരമായിട്ടുള്ള നിലപാടുമായി രംഗത്തെത്തുന്നു. ഇതിനെ തുടർന്ന് ഈ സംഘടനയിൽ തന്നെ വലിയ രീതിയിലൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇന്ന് രാവിലെ കൂടി അമ്മ സംഘടനയിലെ ചില അംഗങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവരൊക്കെ ആവർത്തിച്ചു പറയുന്നത് ഇക്കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ആരോപണങ്ങൾ ഒരുപാട് താരങ്ങൾക്കെതിരെ ഉന്നയിച്ചിട്ടും അമ്മ സംഘടന എന്തുകൊണ്ട്, അല്ലെങ്കിൽ പ്രസിഡന്റായ മോഹൻലാൽ എന്തുകൊണ്ട് മൗനം വെടിയുന്നില്ല? എന്ത് നടപടിയാണ് ഈ ആരോപണ വിധേയർക്കെതിരെ എടുക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ഈ ആരോപണ വിധേയർക്കെതിരെ ഏത് രീതിയിലുള്ള നിലപാട് സ്വീകരിക്കണം? ഇനിയും താരങ്ങളുടെ പേര് പുറത്തു വന്നാൽ അതിലൊക്കെ ഏത് നിലപാടിൽ അമ്മ മുന്നോട്ട് പോകണമെന്നതിൽ പല താരങ്ങളും ചോദിക്കുന്നു. പക്ഷേ അമ്മ സംഘടനയിലെ അംഗങ്ങൾ ആരും തന്നെ, ഒരു വിഭാഗം ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളവർ തന്നെ, ഹൻസിബ, നമുക്കറിയാം ഹൻസിബ അടക്കം വലിയ രീതിയിൽ പ്രതിഷേധവുമായി അല്ലെങ്കിൽ നിലപാടുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. പക്ഷേ പ്രസിഡന്റ് മോഹൻലാൽ അടക്കം ഇപ്പോഴും ഈ കാര്യത്തിൽ മൗനം തുടർന്നാണ് വലിയൊരു പ്രതിഷേധത്തിനെ തുടർന്നാണ് ഇപ്പോൾ കൂട്ടരാജി എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഇതാ ആരൊക്കെയാണ് ഈ കൂട്ടരാജി? അമ്മയിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെ ഒരു കൂട്ടരാജിയിലേക്ക് നീങ്ങുമ്പോൾ ഒടുവിൽ അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് തന്നെ സ്ഥാനം ഒഴിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന രീതിയിലുള്ള ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഇത്തരം ഒരു നിർണായകമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക്, നിലപാടിലേക്ക് അമ്മയുടെ ഭാരവാഹികൾ കടക്കുമോ? അങ്ങനെയെങ്കിൽ പുതിയ നേതൃത്വം ഉടൻ തന്നെ ഈ ചുമതലയിലേക്ക് വരേണ്ടതല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ രാജിക്കത്ത് നൽകി എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ
രാജിവെക്കുന്നു എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. നമുക്കത് ഉടനെ തന്നെ അതിലെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അമ്മ നേതൃത്വത്തെ സംബന്ധിച്ച് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ചേരിതിരിവിലേക്ക് എത്തി നിൽക്കുന്നു. ഇത്രയും മുതിർന്ന നിലപാടുകൾ പറയുന്ന മോഹൻലാൽ ഉൾപ്പെടെ രാജിവെക്കുന്നു എന്ന് വെച്ചാൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് അമ്മ സംഘടന എത്തിയിരിക്കുന്നത്. മുതിർന്ന താരമായ സിദ്ദിഖ് ഉൾപ്പെടെ അസാധാരണമായ പ്രതിസന്ധിയാണ് AMMA എന്ന സംഘടന, സിനിമാ സംഘടന, ചലച്ചിത്ര പ്രവർത്തകരുടെ നടീനടന്മാരുടെ സംഘടനയിൽ ഉണ്ടായിരിക്കുന്നത്. അമ്മയുടെ പ്രസിഡന്റ്, AMMA പ്രസിഡന്റ് മോഹൻലാൽ കൂടി രാജിവെച്ചേക്കുമെന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അമ്മയിൽ നവമി മോഹൻലാൽ രാജിവെച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ടല്ലോ. അതായത് അമ്മയുടെ ഈ ഭരണസമിതി പൂർണ്ണമായും രാജിവെച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? നവമി, മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് പദവി രാജിവെച്ചു എന്ന വാർത്തകൾ കൂടി വരുന്നുണ്ടല്ലോ. അങ്ങനെ തന്നെയാണ് മോഹൻലാല് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മളിത് പ്രതീക്ഷിച്ചതാണ്. കാരണം രാവിലെ മുതൽ തന്നെ മോഹൻലാലിന് ഈ ഒരു ആരോപണങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അതൃപ്തിയുണ്ട് എന്നുകൂടി അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ രീതിയിൽ മോഹൻലാലിനും ഇക്കാര്യത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നു. അമ്മ സംഘടനയിലെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സിദ്ദിഖ് അമ്മയുടെ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നു. തൊട്ടു പിന്നാലെ അംഗങ്ങളായ ജഗദീഷും ഹൻസിബയും ശ്വേതാ മേനനും ഉർവശിയും ഉൾപ്പെടെയുള്ളവർ സിദ്ദിഖിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് രംഗത്തെത്തുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അമ്മ പ്രസിഡന്റിന് പോലും സംഘടനയിലെ അംഗങ്ങളെ ഒന്നിച്ചു നിർത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു. മോഹൻലാൽ ഇപ്പോഴും മൗനം തുടരുന്നു. അങ്ങനെയാണെങ്കിൽ മോഹൻലാലിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അമ്മ സംഘടനയിലെ അംഗങ്ങൾ തമ്മിൽ ചേരിതിരിവുണ്ടായി എന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പൃഥ്വിരാജ് അടക്കം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയ സാഹചര്യത്തിൽ അമ്മ സംഘടനയെ സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പ്രസിഡന്റ്. നമുക്കറിയാം, വർഷങ്ങളായി അദ്ദേഹം മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും കൃത്യമായി നിലപാടുകൾ പറയുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് വലിയ രീതിയിൽ വിവാദങ്ങളാകുന്നു. സിനിമയിലെ പ്രമുഖരായ നടന്മാർക്കെതിരെ ഇത്ര വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും മൗനമായി തുടരുന്ന പ്രസിഡന്റിന്റെ ഈ ഒരു തീരുമാനത്തിൽ വലിയ രീതിയിൽ നടിമാരടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അമ്മ പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ ഇതിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു. മറ്റു താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് ഉടൻ തന്നെ ലഭ്യമാകും. അങ്ങനെയെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് യോഗത്തിലെ 17 അംഗങ്ങളും രാജിവെച്ചു. അങ്ങനെയാണെങ്കിൽ ഹൻസിബ ഉൾപ്പെടെ രാജിവെച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ ആരൊക്കെയാണെന്ന് കൃത്യമായിട്ടുള്ള ഒരു വിവരം ഉടൻ പുറത്തു വരേണ്ടി വരും. മോഹൻലാൽ രാജിവെച്ചു എന്നൊരു വിവരം കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് പദവി ഒഴിഞ്ഞത് ഏതെങ്കിലും ഒരു രാജി ആവശ്യം ഉയർന്നിട്ടുണ്ടോ? നേരത്തെ മുകേഷിന്റെ രാജി ആവശ്യം, ബാബുരാജ്, മുകേഷ് ഉൾപ്പെടെയുള്ളവർ രാജിവെക്കണം എന്ന ആവശ്യമാണ് ഉയർന്നിരുന്നതല്ലോ, അതായത് ആരോപണ വിധേയരായിട്ടുള്ളവർ. പക്ഷെ മോഹൻലാലിനെതിരെ ഇതുവരെയും നവമി അമ്മ എക്സിക്യൂട്ടീവിലെ AMMA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ 17 എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജിവെച്ചിരിക്കുന്നു എന്ന വാർത്ത, അതായത് ഏതെങ്കിലും രീതിയിലുള്ള ആവശ്യം ഈ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ രാജിവെക്കണം എന്ന ആവശ്യം ഇന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉയർന്നിരുന്നോ? നമുക്കറിയാം, ഈ ആരോപണം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അമ്മ പോലുള്ള ഒരു സംഘടന അതിൽ മറുപടി പറയാൻ രംഗത്തെത്തിയത്. അതിനുശേഷം ആ മറുപടിക്ക് പിന്നാലെ സിദ്ദിഖ് രാജിവെക്കുന്നു, അതിനുശേഷം ബാബുരാജ് രാജിവെക്കുന്നു. പക്ഷെ പ്രസിഡന്റ് എന്ന നിലയിൽ മോഹൻലാലിന്റെ മൗനം തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം, അതും വലിയ വിമർശനം ഉണ്ടായിരിക്കുന്നു. മോഹൻലാലിനെ പോലുള്ള ഒരു നടൻ രാജ്യം മുഴുവൻ ആദരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അത്ര വലിയ പദവിയിലുള്ള നടൻ, ഏത് സാമൂഹിക പ്രശ്നമുണ്ടെങ്കിലും അവിടെ ഓടിയെത്തുകയും അവിടെ തന്റെ നിലപാട് വ്യക്തമാക്കുന്ന നടൻ, അങ്ങനെയുള്ളൊരു നടൻ എന്തുകൊണ്ട് സ്വന്തം സംഘടനയിലുള്ള അംഗങ്ങൾക്കെതിരെ ഇത്ര വലിയ ആരോപണങ്ങൾ, അതും വലിയ രീതിയിലുള്ളൊരു ലൈംഗിക ആരോപണം വന്നിട്ടും എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളൊരു ചോദ്യം അംഗങ്ങൾക്കിടയിൽ നിന്നും സമൂഹ മാധ്യമങ്ങൾക്കിടയിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നുമൊക്കെ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നത്. ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൂടുതൽ അംഗങ്ങളുടെ പേരുകൾ ഉണ്ടെങ്കിൽ അത് ഏത് വിധത്തിൽ പ്രതിരോധിക്കുമെന്ന്
എന്ന് ഇപ്പോഴും സംഘടനയിലുള്ളവർക്ക് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു രാജിയുമായി മോഹൻലാൽ അടക്കം രംഗത്തെത്തിയിരിക്കുന്നത്. 17 അംഗങ്ങൾ എക്സിക്യൂട്ടീവിലെ 17 അംഗങ്ങൾ കൂടി രാജിവെച്ചു എന്ന് മനസ്സിലാകുന്നു. അങ്ങനെയാണെങ്കിൽ അമ്മ സംഘടനയെ സംബന്ധിച്ച് ഒരു തിരഞ്ഞെടുപ്പ് ഏറ്റവും അനിവാര്യമാണ്. എത്രയും വേഗം ഒരു തിരഞ്ഞെടുപ്പ് നടത്തണം. പക്ഷെ അങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ ആ സ്ഥാനത്തെത്തുന്നവർ കളങ്കിതരായിരിക്കരുത്. അങ്ങനെ ഉറപ്പുള്ളവർക്ക് മാത്രമേ ഇനി ആ സ്ഥാനത്തേക്ക് എത്താൻ കഴിയൂ. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു വനിതയെ ആ സ്ഥാനത്തേക്ക് നിർത്തണമെന്നൊരു ആവശ്യം കൂടി ശക്തമായി. കളങ്കിതരായിട്ടുള്ള ആരും അമ്മ പോലെയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടന, അതായത് പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു മാതൃകയായി നിൽക്കേണ്ട നിരവധി ചെറുപ്പക്കാർക്കുൾപ്പെടെ അവരിൽ ഉൾപ്പെടെ വലിയ സ്വാധീനം ചെലുത്തുന്ന സിനിമാ താരങ്ങളുടെ ഒരു സംഘടനയിൽ ഇതേ രീതിയിലുള്ള ആരോപണം ഈ നടന്മാർക്കെതിരെ ഉയരുമ്പോൾ അവിടെ ഒരു മറുപടി പോലും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും അമ്മ നേതൃത്വം തയ്യാറാകാത്തത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. കാരണം ഇരയ്ക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന സമീപനമായിരുന്നു അമ്മയുടെ ഭാരവാഹികൾ സ്വീകരിച്ചത്. ഏറ്റവും ഒടുവിൽ കൂട്ടരാജിയിലേക്ക് വരെയും അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ളവരുടെ കൂട്ടരാജിയിലേക്ക് വരെയും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഹരികൃഷ്ണൻ കൂടി ചേർന്നുണ്ട്. ഹരികൃഷ്ണൻ, എന്തായാലും അമ്മയിൽ കൂട്ടരാജി സംഭവിച്ചിരിക്കുന്നു. ഇനി എന്തായാലും പുതിയ ഭാരവാഹികൾ വേണം, പുതിയ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കണം. അതിനുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ അടിയന്തരമായി തന്നെ ഉണ്ടാകും. കാരണം ഒരു അസാധാരണമായ പ്രതിസന്ധി അമ്മയിൽ ഉടലെടുത്ത സാഹചര്യത്തില് ഇനി ഒരു തെരഞ്ഞെടുപ്പിനപ്പുറം തെരഞ്ഞെടുപ്പിന് അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. അതിന് മുന്നോടിയായി ഒരു താൽക്കാലികമായ പ്രസിഡന്റിനെ ഇന്ന് തന്നെ തെരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയെങ്കിൽ ജഗദീഷ് ഉൾപ്പെടെയുള്ളവരുടെ പേര് ഉയർന്നു വരുന്നുണ്ട്. അത്തരമൊരു സാധ്യതകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? ഈ പുതിയൊരു താൽക്കാലിക പ്രസിഡന്റ് എന്ന ഒരു ചുമതല ഉടൻ തന്നെ അത്തരമൊരു ചുമതലയിലേക്ക് പുതിയൊരാൾ എത്തുമെന്ന് പ്രതീക്ഷിക്കണോ? 17 അംഗങ്ങളും രാജിവെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഓൺലൈനായി മീറ്റിംഗ് കൂടുകയും ഈ 17 അംഗങ്ങളും രാജിവെച്ചിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് സൂചിപ്പിക്കേണ്ടത് ജഗദീഷ് മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതും കൂടി എടുത്തു വായിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു മീറ്റിംഗിൽ എന്തൊക്കെയായിരുന്നു പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ? നമ്മൾ രാവിലെ തൊട്ട് സൂചിപ്പിച്ചിരുന്നതാണ് ഒരു ഭിന്നാഭിപ്രായം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ആ AMM എന്ന സംഘടനയിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ ഭിന്നാഭിപ്രായവുമായി രംഗത്തെത്തിയിരുന്നു. കൃത്യമായി ഈ 17 അംഗങ്ങളും മാറി നിൽക്കണം എന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറേണ്ടിയിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ആ ഒരു ആവശ്യം അംഗങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നതാണ്. അത് തന്നെ ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നു. പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള 17 അംഗങ്ങളും രാജിവെച്ചിരിക്കുകയാണ്. സിദ്ദിഖ് രാജിവെച്ചിരുന്ന ഒരു ഘട്ടത്തിൽ ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജിന് ചേർന്ന ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബാബുരാജിന് അതിനുശേഷമാണ് മീറ്റിംഗിന് ശേഷം അടുത്ത ദിവസം ബാബുരാജിനെതിരെ ആരോപണം ഉന്നയിക്കപ്പെടുന്നു. ജയൻ ചേർത്തലയ്ക്കെതിരെ ആരോപണം വരുന്നു. അങ്ങനെ മൊത്തത്തിൽ തലപ്പത്തിരിക്കുന്ന എല്ലാവരുടെയും മേലൊരു ആരോപണം വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് അംഗങ്ങൾ എല്ലാവരും കൂടി ഭിന്നതയിലേക്ക് പോയത്. അമ്മയിൽ തന്നെ ഒരു വല്ലാത്തൊരു കൺഫ്യൂഷൻ നിലനിൽക്കുകയും ഒരു ഭിന്നാഭിപ്രായത്തിലേക്ക് ഒരു ഭിന്നതയിലേക്കും തന്നെ ആ സംഘടന മാറുകയും ഇപ്പോൾ ഈ 17 പേരും കൂട്ടരാജിയിലേക്ക് മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കും കാര്യങ്ങൾ പോയത്. ഇനി ഈ 17 സ്ഥാനത്തേക്കും പ്രത്യേകമായി ഇനി ഒരു വോട്ടിംഗ് നടത്തും. ഈ 17 തസ്തികകളിലേക്കും ഇനി ആരൊക്കെയായിരിക്കും മത്സരിക്കുക എന്നുള്ളത് സംബന്ധിച്ചും ഒക്കെ ഒരു വ്യക്തത കിട്ടേണ്ടതുണ്ട്. ഈ ഒരു നിമിഷത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ആകെ ലഭിക്കുന്ന വിവരം ഈ 17 അംഗങ്ങളും രാജിവെച്ചു എന്നത് സംബന്ധിച്ച് തന്നെയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ യോഗം ചേരുമെന്നുള്ള ഒരു കാര്യത്തിൽ കുറിച്ച് വാർത്ത ഉണ്ടായിരുന്നു. എന്നാൽ മോഹൻലാലിന് അസൗകര്യം മൂലം ആ യോഗം മാറ്റിവെക്കപ്പെടുകയായിരുന്നു. പിന്നീട് ഇപ്പോൾ ഓൺലൈനായി ഇപ്പോൾ മീറ്റിംഗ് കൂടിയതിനു ശേഷം ഈ ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ തന്നെ അത് സമ്മർദ്ദം മൂലമാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ആരുടെ മേലാണ്, എന്നാണ്, എപ്പോഴാണ് ആരോപണം വരിക എന്ന് യാതൊരുവിധ തീരുമാനവുമില്ലാതെ തലപ്പത്തിരിക്കുന്നവരെല്ലാവരും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന രീതിയിലേക്ക് വരുമ്പോൾ അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ സംശയവുമായി രംഗത്തെത്തി അവർ തന്നെ തീരുമാനിക്കുകയും അവർ തന്നെ അഭിപ്രായം ഉണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് മാറി. അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതാണ് ഒരു വനിതാ പ്രാതിനിധ്യം. തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു കാര്യം, പുതിയ തസ്തികകളിലേക്ക് വരുമ്പോഴേക്കും വനിതകളുടെ സാന്നിധ്യം കൂടും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം AMM എന്ന സംഘടനയ്ക്ക് അതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ വാസ്തവം. പ്രത്യേകിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും തന്നെ ഒരു വനിത വന്നാൽ അതിനകത്ത് അത്ഭുതപ്പെടാൻ ഒന്നും തന്നെ ഇല്ല എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. AMM എന്ന സംഘടനയെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇടവേള ബാബു കഴിഞ്ഞ ഒരു 25 കൊല്ലമായി ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്നു. അതിനുശേഷം സിദ്ദിഖ് ഏകദേശം 2 മാസം നിൽക്കുന്നു. ആ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒന്നുകിൽ ജഗദീഷ് അല്ലെങ്കിൽ മറ്റൊരു വനിത. അതുപോലെ ഈ 17 അംഗ കമ്മിറ്റിയിൽ ഇതുവരെ ഉണ്ടായിരുന്നത് വെറും 4 വനിതകൾ മാത്രമാണ്. അങ്ങനെ മുഴുവൻ പൊളിച്ചടുക്കിക്കൊണ്ട് പുതുതായി വരുന്ന ഒരു 17 അംഗങ്ങളിൽ
ഒന്നുകിൽ ഭൂരിപക്ഷം അല്ലെങ്കിൽ ഏറ്റവും തലപ്പത്ത് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലൊക്കെ വനിതാ പ്രാതിനിധ്യം കൂടിയേ തീരൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതില്ലാതെ ഈ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല എന്നുള്ള കാര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ മീറ്റിംഗ് കൂടിയിരിക്കുന്നു. മീറ്റിംഗ് കൂടിയതിനു ശേഷം കൂട്ടരാജിയിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി ഒന്നേന്ന് വോട്ടിംഗ് ചെയ്യണം, ഒന്നേന്ന് തെരഞ്ഞെടുക്കണം. അതിലേക്ക് ഇനി ഏതൊക്കെ ആളുകൾ വരും? ഇപ്പോൾ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ഓൺലൈനായി ചേർന്ന ശേഷമാണ് കൂട്ടരാജി സംഭവിച്ചിരിക്കുന്നത്. ധാർമ്മികത മുൻനിർത്തി രാജിവെക്കുന്നുവെന്നാണ് മോഹൻലാല് ഈ മീറ്റിംഗിൽ ഭരണസമിതി അംഗങ്ങളോട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഭരണസമിതി പിരിച്ചുവിട്ടിരിക്കുന്നു. പകരം ചുമതല അഡ്ഹോക്ക് കമ്മിറ്റിക്കാണ്. നവമി ദിനേശിലേക്ക് വീണ്ടും നവമി അഡ്ഹോക്ക് കമ്മിറ്റിക്ക് പകരം ചുമതല നൽകിയിരിക്കുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് പകരം 2 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കും. അതിനു മുൻപ് ചില നടപടിക്രമങ്ങളുണ്ട്. അതിന് താൽക്കാലികമായിട്ടാണ് ഈ അഡ്ഹോക്ക് കമ്മിറ്റിയെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ അഡ്ഹോക്ക് കമ്മിറ്റിയിൽ ആരൊക്കെയാണ് അംഗങ്ങൾ? ജഗദീഷ്, മറ്റ് ഏതെങ്കിലും വനിതാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരെ അഡ്ഹോക്ക് കമ്മിറ്റിയിലുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നവമി? ടോം, ഇതിൽ മോഹൻലാൽ പറയുന്നത് ഇപ്രകാരമാണ്. നമുക്കറിയാം, ഈ അടുത്തിടയ്ക്കായി ഈ താരസംഘടനയിലെ ഒരുപാട് പേർ ഇത്തരത്തിലൊരു ലൈംഗിക ആരോപണത്തിൽ ഏർപ്പെടുകയും വിവാദമാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ താരസംഘടനയിൽ നിന്നും താൻ രാജിവെക്കുന്നു. കാരണം ഒരു ധാർമ്മികത, അങ്ങനെ തങ്ങളുടെ സംഘടനയ്ക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം വരുന്ന സ്ഥിതിക്ക് താൻ ഒരു ധാർമ്മികത മുൻനിർത്തിക്കൊണ്ട് താൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മോഹൻലാൽ അമ്മയ്ക്ക് കത്തയച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ അടക്കം ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള എല്ലാവരും തന്നെ രാജിവെച്ചിരിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വരുമ്പോൾ ഇനി അടുത്തതായി നോക്കുന്നത് ആരായിരിക്കും ഈ ഒരു ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് അല്ലെങ്കിൽ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായി എത്തുക എന്നുള്ളൊരു ചോദ്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് ഇവർ എത്തിയത് എന്നതാണ്. കൃത്യമായി നമുക്കറിയാം, ഇത്രയും നാളായിട്ട് മോഹൻലാൽ ഒരു വാക്കുപോലും അല്ലെങ്കിൽ ഒരു മറുപടി പോലും സമൂഹ മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിലോ എത്തി പറഞ്ഞിട്ടില്ല. ഇത്ര വലിയൊരു പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ ഇത്ര വലിയൊരു ആരോപണങ്ങളിലേക്ക് ഒരു താരസംഘടന മുഴുവനും എത്തി നിൽക്കുമ്പോൾ, ഒരു നടന്മാർ മുഴുവനും എത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് പ്രസിഡന്റായ മോഹൻലാൽ മറുപടി നൽകാത്തതെന്നുള്ളൊരു വലിയ ചോദ്യം നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിയായി ഒരു പത്രസമ്മേളനം നടത്തിയ സിദ്ദിഖ് രാജിവെക്കുന്നു. തൊട്ടു പിന്നാലെ താൽക്കാലികമായി ചുമതലയുള്ള ബാബുരാജ് രാജിവെക്കുന്നു. അങ്ങനെ താൽക്കാലിക ചുമതല നൽകി അല്ലെങ്കിൽ ഒരു സമിതിയുടെ അംഗങ്ങളായി നിൽക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഇത്തരത്തിൽ ഓരോ മണിക്കൂറുകൾ കഴിയുന്തോറും ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഏതു വിധത്തിൽ പ്രതിരോധിക്കണമെന്നറിയാത്ത വലിയ ഒരു ആശങ്കയിലാണ്, ആശയക്കുഴപ്പത്തിലാണ് അമ്മ സംഘടന. അതിന് പിന്നാലെയാണ് പ്രസിഡന്റ് മോഹൻലാൽ അടക്കം രാജിവെച്ചിരിക്കുന്നത്. ഇനി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് എന്ത് ന്യായീകരണം പറയണം അല്ലെങ്കിൽ എന്ത് നിലപാടെടുക്കണമെന്ന് അറിയാതെ ആശങ്കയിലായി, ആശയക്കുഴപ്പത്തിലായി. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ അടക്കമുള്ളവരുടെ ഈ രാജി. സംഘടനയിലുള്ള മറ്റംഗങ്ങൾ, ഏകദേശം 500-ലധികം അംഗങ്ങളുള്ള ഒരു സംഘടന കൂടിയാണ് താരസംഘടനയായ അമ്മ. പക്ഷേ അതിൽ പലർക്കും പല അഭിപ്രായം. അമ്മയുടെ ജനപ്രതിനിധി എന്നുള്ളൊരു രീതിയിൽ ജനറൽ സെക്രട്ടറി വന്ന് പത്രസമ്മേളനം നടത്തുന്നു. തൊട്ടു പിന്നാലെ അതിനുശേഷം നടത്തുന്ന ഓരോ പ്രതികരണങ്ങൾ, അതും ഈ താരസംഘടനയിൽ തന്നെ ഉള്ളവർക്ക് പല രീതിയിലുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഇവർക്ക് വിപരീതമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. അത് മാധ്യമങ്ങളിലൂടെ വരുന്നു. തുടരെ ആരോപണങ്ങൾ, ഈ താരങ്ങൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു, പരാതികൾ പോകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ധാർമ്മികമായി ഈ സംഘടനയുടെ പ്രസിഡന്റായി തുടരുന്നതിൽ അർഹതയില്ല എന്ന് മോഹൻലാലിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു രാജി. മറ്റൊന്നു പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നത്തെ യോഗം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇനിയുള്ള മാധ്യമങ്ങളെ കാണുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതിൽ ഒരു ആശയക്കുഴപ്പം എന്തായാലും മോഹൻലാലിനുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മറുപടി നൽകാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ഇത്തരത്തിലൊരു രാജി വെച്ചുകൊണ്ട് തന്റെ ധാർമ്മികത പുലർത്തുന്നതെന്ന് മോഹൻലാൽ പറയുന്നു. അത് നമുക്ക് ഉറപ്പാണ്. പലരും ഇപ്പോഴും തുറന്ന് പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ പല നടിമാരും നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളെ നിരന്തര മാധ്യമങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. തങ്ങൾക്ക് പരാതി
പരാതിയുണ്ട്. പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയാൻ തങ്ങൾക്ക് പേടി. അങ്ങനെ നിരവധി പേർ നമ്മളുമായി ബന്ധപ്പെടുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനി ഹൈക്കോടതിയുടെ വിധി വരാനിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ധാർമ്മികമായി തുടരുന്നത് ശരിയല്ല എന്ന് മോഹൻലാലിന് തോന്നി. അതോടൊപ്പം തന്നെ ഇത്ര വലിയൊരു ആരോപണം ഈ സംഘടനയ്ക്ക് മുഴുവനായി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നറിയാത്ത ആശങ്കയിൽ, ആശയക്കുഴപ്പത്തിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് തീർച്ചയായും പല പ്രമുഖരുടെയും പേരുകൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് എന്ന് പറയുന്നു. ഇനിയും കൂടുതൽ നടിമാർ ആരോപണവുമായി രംഗത്തെത്തുമെന്ന രീതിയിലുള്ള ചില സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. ഇതുപോലുള്ള ഈ റിപ്പോർട്ടിനെയും ഇതുപോലുള്ള പുതിയതായി വരാൻ പോകുന്ന പരാതികളെയും ആരോപണങ്ങളും ഒക്കെ ഇവർ ഭയക്കുന്നുണ്ടാകുമോ? അതുകൊണ്ടായിരിക്കുമോ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ രാജിവെക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്?